വീഡിയോയിൽ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ് നോക്കുന്നത്. അതിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇന്ത്യയുടെ ആ റോള് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്തായിരുന്നു എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യയുടെ മൾട്ടിപോളാർ നിലപാട്, ഇതിനു മുമ്പൊക്കെ ഇന്ത്യ ചേരിചേരാ നയമാണ് സ്വീകരിച്ചു പോന്നിരുന്നത്. റീസെന്റ് ആയിട്ട് ലാസ്റ്റ് 10 ഇയർ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൾട്ടിപോളാർ അലയൻസ് എന്നുള്ള നിലയിലാണ് നമ്മളുടെ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് അഥവാ ഫോറിൻ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഇന്ത്യക്ക് ഇസ്രായേലുമായിട്ട് നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും ഇറാനുമായിട്ടും നല്ല രീതിയിലുള്ള ബന്ധം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തുടരുന്നത്. ഇറാന്റെയും ഇസ്രായേലിന്റെയും വിഷയത്തിൽ ഇന്ത്യയുടെ ആ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഇറാനുമായിട്ടും ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. ഇറാന്റെ ചബഹാർ പോർട്ട് എന്ന് പറയുന്ന പോർട്ട് ഇന്ത്യക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു പോർട്ടാണ്. ഈ ചബഹാർ പോർട്ട് ത്രൂ നമ്മൾ അഫ്ഗാനിസ്ഥാൻ കണക്ട് ചെയ്ത് അഫ്ഗാനിസ്ഥാൻ ത്രൂ നമ്മൾ വെസ്റ്റ് ഏഷ്യ മൊത്തത്തിൽ, അതായത് കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസക്കിസ്ഥാൻ, അസർബൈജാൻ, ഈ ഒരു ഏരിയയിൽ കിടക്കുന്ന രാജ്യങ്ങളിലൊക്കെ ത്രൂ ഔട്ട് റഷ്യ, ആ രീതിയിൽ INSTC എന്ന് പറഞ്ഞൊരു കോറിഡോർ നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. INSTC റൂട്ടിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പോർട്ടാണ് ഇറാനിലെ ചബഹാർ പോർട്ട്. അപ്പം ഇസ്രായേൽ ഇറാന്റെ ഉള്ളിൽ പല രീതിയിലുള്ള ആക്രമണങ്ങൾ പല സ്ഥലത്ത് നടത്തിയെങ്കിലും ഇപ്പോഴും മൊസാദിന്റെ ഏജന്റിനെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നെങ്കിലും ചബഹാർ പോർട്ടിലേക്ക് ഇസ്രായേൽ ഒരിക്കലും എയിം ചെയ്തിട്ടില്ല. ചബഹാർ പോർട്ടിൽ ഏതാണ്ട് 550 മില്യൺ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഒരു 140 ഒരു റിസർവ്ഡ് മണിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് പോർട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കീ മണി പോലത്തെ ഡെപ്പോസിറ്റ് ആ രീതിയിൽ നമ്മൾ ഇറാൻ ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. 150 ബില്യൺ ഓൾമോസ്റ്റ്. ഇത്രയും കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ ഈ ഒരു പോർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നാലും ഇറാൻ ഇതുപോലെ തന്നെ ഇറാന്റെ ഉള്ളിൽ നിന്നും ഇന്ത്യൻസിനെ ഇവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പോഴും, അതായത് 2 ദിവസങ്ങൾക്ക് മുമ്പ് വരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇറാന്റെ സഹകരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അവർ നല്ല രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തു. അവർ കൃത്യമായിട്ട് ഇപ്പോൾ ഡോർ സ്റ്റെപ്പിൽ പോയിട്ടാണ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ സ്റ്റുഡൻസിനെയൊക്കെ പിക്ക് ചെയ്തത് എങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു തടസ്സങ്ങൾ ഉണ്ടായില്ല. കൃത്യമായിട്ട് അവരെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ എടുത്തു പറയേണ്ടത്. അത് ഇറാനുമായിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻഷിപ്പിൽ ഒരു വിള്ളലുമില്ലാതെ നമ്മൾ വളരെ കൃത്യമായിട്ട് വളരെ ഡിഗ്നിറ്റിയോടുകൂടി ഇന്ത്യ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് അത് നമുക്ക് സാധിക്കുന്നത്. അതേപോലെ ഇസ്രായേലിന്റെ മേജർ പോർട്ടായ ഹൈഫ പോർട്ട് ഇന്ത്യയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇന്ത്യയിലെ അദാനിയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഹൈഫ ഭാഗത്ത് ഇറാൻ പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ഹൈഫ ടാർഗറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതിൽ ഒരു അതൃപ്തി നമുക്കുണ്ട്. പക്ഷേ ഹൈഫയിൽ ഓയിൽ റിഫൈനറിയുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയാണ് ഇറാൻ ടാർഗറ്റ് ചെയ്തത്. അതിലുപരിയായിട്ട് ഈ പോർട്ട് സർവീസ് അദാനി നടത്തുന്ന ഇന്ത്യയുടെ കീഴിൽ വരുന്ന ആ പോർട്ടിലേക്ക് ഇറാൻ അവരുടെ ടാർഗറ്റ് സെറ്റ് ചെയ്തില്ല. അപ്പം ഇസ്രായേലും ഇറാനും ഇന്ത്യയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് അവർ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് 2 സൈഡിലുള്ള പോർട്ടുകളും നമുക്ക് വലിയ നാശനഷ്ടങ്ങളൊന്നും ഇല്ലാതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി. ഇനി ഇറാനും ഇസ്രായേലും ഒരു 2.0 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിന്തിക്കണം ഇതെന്താണ് ഏതാണെന്നുള്ളത്. ഇപ്പൊ തൽക്കാലം ഈ ഉണ്ടായ 12 ദിവസത്തെ ഒരു യുദ്ധത്തിൽ എന്തായാലും 2 സൈഡിൽ നിന്നും നമുക്ക് ഇന്ത്യയുടെ ഭാഗത്ത് ഇന്ത്യക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒന്നും തന്നെ സംഭവിച്ചില്ല. അപ്പൊ അതിൽ നമ്മളുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസിനെ വേണമെങ്കിൽ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബൈ ചാൻസ് അല്ലെങ്കിൽ ലക്കാണ് എന്ന് വേണമെങ്കിലും കരുതാം. ഇത് രണ്ടും കരുതാം. ഇത് രണ്ടും നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ US മീറ്റിംഗിലാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിച്ചിട്ടുണ്ട്. അതിൽ നല്ല പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ട് എന്നാണ് ജയശങ്കർ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ എന്തായാലും ട്രേഡ് ഡീല് വരുന്ന 9-ാം തീയതിക്കുള്ളിൽ തന്നെ ഒരെണ്ണം ലോക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം 90 ദിവസം തീരുമ്പോഴത്തേക്കും വീണ്ടും ട്രംപിന്റെ താരിഫ് തല പൊക്കിക്കൊണ്ടുവരും. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പൊ ഇന്ത്യ ഇങ്ങനെ തിടുക്കിട്ട ചർച്ചകളിലേക്ക് മുന്നോട്ട് നീങ്ങുന്നത്. അതുപോലെ ഇന്ത്യ ചൈന ബോർഡർ ചർച്ചയ്ക്കുള്ള വഴി ഒരുങ്ങുന്നുണ്ട്. ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസിലേക്ക് ചൈന വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഇന്ത്യ ചർച്ചയ്ക്ക് വിളിക്കുന്നത് ഇന്ത്യക്ക് കാര്യം നടക്കാനുണ്ട്. അതുകൊണ്ടാണ് ഈ ബോർഡർ തർക്കത്തിൽ ഏതെങ്കിലും ഒരു അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബാക്കിയുള്ള ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം എന്നാണ് ഇന്ത്യ കരുതുന്നത്. ഇന്ത്യ സ്പെഷ്യലായിട്ട് എയിം ചെയ്യുന്നത് ഫെർട്ടിലൈസറിന്റെ കയറ്റുമതി ചൈന നിർത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റെയർ എർത്ത് എലമെന്റ്സിന്റെ കയറ്റുമതിയും ചൈന നിർത്തിവെച്ചിട്ടുണ്ട്. ഇത് രണ്ടും തന്നെ ഇന്ത്യയെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്ന വിഷയമാണ്. ഒന്ന് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, 2 ഇലക്ട്രിക് വാഹനങ്ങൾ ഉൽപാദന മേഖലയിൽ സപ്ലൈ ചെയിനിന് തടസ്സം നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് ചൈനയെ ഈ ഒരു ടൈമിൽ ഇന്ത്യ ബോർഡർ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നത്. ചൈന വിളിക്കുന്ന ഒരു പ്രാവശ്യം പോലും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. എല്ലാ പ്രാവശ്യവും നമ്മൾ വളരെ കൃത്യമായിട്ട് പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തവണ ഇന്ത്യ വിളിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ത്യക്ക് ചില ആവശ്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. അപ്പൊ ഏത് രീതിയിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നോ അല്ലെങ്കിൽ നെഗറ്റീവായി മാറുന്നോ എന്നുള്ളത് അറിയത്തില്ല.
പക്ഷേ ഈ ഒരു സമയത്ത് ചൈന ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതാണ് നിലവിലെ ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഇന്ത്യ ഒരു ജിയോളജിസ്റ്റ് ടീമിനെ സാംബിയയിലേക്ക് അയച്ചിട്ടുണ്ട്. സാംബിയയിലേക്ക് അയച്ച് അവിടെ റെയർ എർത്ത് എലമെന്റുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് വർക്കുകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ കൊബാൾട്ട് ആൻഡ് കോപ്പർ ഇത് രണ്ടും എക്സ്പ്ലോർ ചെയ്യാണ്. സാംബിയയിൽ ഇത് ആവശ്യത്തിലധികം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ സാംബിയയിൽ നിന്നും ഈ റെയർ എർത്ത് എലമെന്റ് കുഴിച്ചെടുത്ത് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത്. സാംബിയ എങ്കിലും സാംബിയ എവിടെയെങ്കിലും പോയിട്ട് സാധനം കൊണ്ടുവരണം എന്നാണ് ഇന്ത്യ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ അത് ഡൈവേഴ്സിഫൈ ചെയ്ത് ഈ ഒരു റെയർ എർത്ത് എലമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ചൈനയെ ഇത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരത്തില്ല. ചൈനയ്ക്കെതിരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചൈന പാകിസ്ഥാനെ ആവോളം സഹായിക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാന് ചൈന ആയുധം കൊടുത്ത് സഹായിക്കുകയാണ്. എന്നാലും ചൈനയെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് ചൈനയെ. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു മൈനസ് പോയിന്റ് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് എന്ന് തന്നെ പറയാം. ഇന്ത്യയുടെ വീക്ക്നെസ് ആണത്. അതാണ് നമ്മളിവിടെ എടുത്തു പറയേണ്ടത്. നമ്മൾ ചൈനയ്ക്കും ഇന്ത്യക്കും എതിരെ പല രീതിയിലുള്ള ഇന്ത്യ പ്രൊമോഷണൽ വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങും. പക്ഷേ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് റിയാലിറ്റി. റിയാലിറ്റിയിൽ നമ്മൾ ചൈനയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളുടെ എതിരാളിക്ക് ആയുധം കൊടുത്തിട്ട് പോലും നമുക്ക് ഒരു രീതിയിലും കണ്ടംപ്റ്റ് ചെയ്യാൻ പറ്റാതെ വീണ്ടും അവരുടെ അടുത്ത് തന്നെ പോയിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് സാധനങ്ങൾ മേടിക്കേണ്ട സാഹചര്യം ഇന്ത്യക്ക് ഉണ്ടാകുന്നത്. POKയിൽ പാക് ഒക്കുപൈഡ് കശ്മീരിൽ മുസഫറാബാദില് പവർ കട്ട്, അവിടുത്തെ ലോഡ് ഷെഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു രീതിയിലുള്ള ലോഡ് ഷെഡിംഗ് ആണ്. അവിടെ ഇന്റർനെറ്റ് ഇല്ല. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഇലക്ട്രിസിറ്റി ഷോർട്ടേജ് ഉണ്ടാകുന്നെങ്കിൽ ഏറ്റവും ആദ്യം അവർ ലോഡ് ഷെഡിംഗ് കൊണ്ടുവരുന്നത് ഈ POKയിലാണ്. കാരണം POK ആണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കപ്പെടേണ്ട ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് അവർ POKയിലുള്ള ഇലക്ട്രിസിറ്റിയാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. പവർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര വോൾട്ടേജ് വേരിയേഷൻ ആണ്. ആ വോൾട്ടേജ് വേരിയേഷനോട് കൂടിയാണ് ഈ ഇലക്ട്രിസിറ്റി അവർ ഉപയോഗിക്കുന്നത് തന്നെ. ഈ POK ഭാഗത്ത് ഡാമുകളുടെ അടുത്തുള്ള ഇലക്ട്രിസിറ്റി പ്രോജക്റ്റുകളുണ്ട്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നിട്ട് ആ ജനങ്ങൾക്ക് കറണ്ട് കൊടുക്കില്ല. ഇത് കുറെ കാലം കൊണ്ടേ ഇത് നടക്കുന്നുണ്ട്. പക്ഷെ ഇതിപ്പം വളരെ രൂക്ഷമായ നിലയിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ് POKയിൽ. സ്പേസ് എക്സ്, എലോൺ മസ്കിന്റെ കമ്പനിയാണ് സ്പേസ് എക്സ്. അവരുടെ റെഗുലേഷൻസും കാര്യങ്ങളെല്ലാം ഇന്ത്യയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. വളരെ വൈകാതെ തന്നെ സ്റ്റാർ ലിങ്കിന്റെ ഇന്റർനെറ്റ് ഇന്ത്യക്കുള്ളിൽ വരുന്നതായിരിക്കും. ആ ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. ഇലോൺ മസ്കിന്റെ ടെസ്ലയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ. 55% ലോസ്. 2023-24 കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും 24-25 55% റവന്യൂ ലോസ് ഉണ്ടായിരിക്കുന്ന ഒരു കമ്പനിയാണ് ഇപ്പൊ ടെസ്ല. ഇപ്പൊ ഈ ടെസ്ല ഇന്ത്യക്കുള്ളിൽ വന്നിട്ട് ഫാക്ടറി മാനുഫാക്ചറിങ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഒരുപക്ഷെ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കാമായിരുന്നു. ഇലോൺ മസ്കിന്റെ ബുദ്ധിമോശമാണത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ട്രംപ് മസ്കുമായിട്ട് നല്ല രീതിയിലുള്ള അക്കപ്പോര് നടക്കുകയാണ് അമേരിക്കയുടെ ഉള്ളിൽ. പാകിസ്ഥാൻ UNSC, യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിന്റെ ചെയർമാൻ പൊസിഷൻ അലങ്കരിക്കുന്നത് ഈ മാസം മുതലാണ്, ജൂലൈ. അത് വരുന്ന ട്യൂസ്ഡേ മുതൽ അവര് UNSCയുടെ ചെയർപേഴ്സൺ ആയിട്ട് തുടരുന്നത്. അപ്പൊ അവർക്ക് ഇനിയിപ്പോ ഒരു വർഷത്തേക്ക് ആ കസേരയിൽ ഇരിക്കാം. എന്തായാലും ഇന്ത്യയുടെ നിലപാടുകളെ പുച്ഛിച്ച് തള്ളുന്ന അല്ലെങ്കിൽ പുച്ഛത്തോടെ നോക്കിക്കാണുന്ന ഒരു ടീം തന്നെ ആയിരിക്കും. അതിൽ യാതൊരു മാറ്റമില്ല. അതിന് വിപരീതമായിട്ട് അവരുടെ സൈഡിൽ നിന്നും എന്തെങ്കിലും അപ്രോച്ച് വരുന്നെങ്കിൽ അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.